Let's start learning English. ഹായ് ഓൾ. അങ്ങനെ നമ്മൾ ക്ലാസ് 6 എത്തിയല്ലേ? നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചു, വേർഡ്സ് വാക്കുകൾ. ഓക്കെ, നമ്മൾ ഒരുപാട് വാക്കുകൾ വേർഡ്സ് വേർഡ്സ് പഠിച്ചു അല്ലേ? നമ്മൾ ഒരുപാട് സെന്റൻസസും പഠിച്ചു അല്ലേ? വാക്യങ്ങളും പഠിച്ചു. ഓക്കെ, ഏതൊക്കെ വാക്കുകളാണ് മെയിൻ ആയിട്ട് പഠിച്ചത്? നമ്മൾ ആക്ഷൻ വേർഡ്സ് പഠിച്ചു അല്ലേ? അതിൽ മെയിൻ ആയിട്ട് പഠിച്ചത് നമ്മൾ 14 വേർഡ്സ് നമ്മൾ പഠിച്ചു. റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്, ഗോ, കം, ക്ലൈം, ഫ്ലൈ. അങ്ങനെ നമ്മൾ 14 വേർഡ്സ്. ഓക്കെ, റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ല് തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക അല്ലേ? ഇതിന്റെ ഒക്കെ V2, V3, ING, ES ഫോംസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഒക്കത്തിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസസിൽ യൂസ് ചെയ്തു അല്ലെ? ഇതിന്റെ വേർഡ് സെർച്ച് ചെയ്തു, നമ്മൾ ക്വിസ് ചെയ്തു, ഒക്കെ മൊത്തത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത്ര പ്രാക്ടീസ് മതിയോ? പോരാ അല്ലേ? കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ടീച്ചർ ഓരോ ക്ലാസ്സിന്റെ മുന്നേയും പഠിച്ച വാക്കുകളും ക്ലാസ് കഴിയുമ്പോൾ പഠിച്ച വാക്കുകൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ഉറപ്പിക്കുന്നത്. മനസ്സിലേക്ക് എടുക്കണം വാക്കുകൾ. ഓടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റൺ എന്നുള്ള ആ ഒരു വാക്ക് മൈൻഡിലേക്ക് വരണം. കളിക്കുക, പ്ലേ, സിറ്റ് ഇരിക്കുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ഡ്രിങ്ക് കുടിക്കുക, ബ്രഷ് പല്ല് തേക്കുക, വാഷ് കഴുകുക, സിറ്റ് ഇരിക്കുക, പ്ലേ കളിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം പിടിച്ചു കയറുക അല്ലെ? കയറുക, ഫ്ലൈ പറക്കുക അല്ലേ? ഇതിന്റെ V2, V3, ING, ES ഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലേ? കിട്ടണം. വളരെ നന്നായിട്ട് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വാക്കുകളിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ വാക്കാണ് നീന്തുക. ആക്ഷൻ വേർഡ്സ് ആണല്ലേ നമ്മൾ പഠിക്കുന്നത്? വേർബ്സ് ആണ്, ആക്ഷൻ വേർഡ്സ് ആണ്, പ്രവൃത്തികളാണ്, ക്രിയകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നീന്തുക. സ്വിം, സ്വിം, സ്വിം നീന്തുക. SWIM സ്വിം നീന്തുക. സ്വിം. നോക്കിയേ, ആ ചിത്രത്തിൽ നോക്കിയേ, ആ കുട്ടി എന്താ ചെയ്യുന്നത്? നീന്തുകയാണല്ലേ? സ്വിം നീന്തുക. ആ കുട്ടി നീന്തുകയാണ്. സ്വിം. ഇനി നീന്തി കഴിഞ്ഞു അല്ലെ? നീന്തി എന്ന് പറയുക എങ്ങനെയാണ്? സ്വാം. SWAM സ്വാം. SWAM സ്വാം. SWAM സ്വാം. സ്വിം, സ്വാം. സ്വിം നീന്തുക, സ്വാം നീന്തി. സ്വിം നീന്തുക, സ്വാം നീന്തി. ഇനി അതിന്റെ V3 ഫോം എന്താണ്? സ്വം. SWUM സ്വം. ഹാസ്, ഹാവ്, ഹാഡിന്റെ ഒക്കെ ഒപ്പം ചേർത്ത് എഴുതുന്നതാണ് എന്ത്? സ്വം. SWUM V3 ഫോം. സ്വിം, സ്വാം, സ്വം. സ്വിം, സ്വാം, സ്വം. V1 swim base form. V2 swam past form. V3 swum past participle form. Swim spelling എന്താണ്? SWIM swim. SWIM swim. SWIM swim. SWAM swam. SWAM swam.
SWAM, swam. SWUM, swum. SWUM, swum. SWUM, swum. അപ്പൊ V1, V2, V3 പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ. swim, swam, swum. swim, swam, swum. V1 form, base form, swim. V2 form, past form, swam. Past participle form, V3 form, swum. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നീന്തുന്നു എന്ന് പറയണം അല്ലേ? ING ആഡ് ചെയ്യല് അല്ലേ? പക്ഷെ ഇവിടെ ING ആഡ് ചെയ്യുമ്പോൾ വേറൊരു സംഭവം, ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. എന്താണ് മാറ്റം? M ഇരട്ടിക്കും. ഒരു M കൂടെ വന്ന് ചേരും. സ്വിം എന്ന് പറയുമ്പോൾ SWIM, ING എന്ന് പറയുമ്പോൾ ING. ഈ സ്വിമ്മും INGയും കൂടി ചേർക്കുന്ന സമയത്ത് ഒരു M ഇടയിൽ കയറി നിൽക്കും, ഒരു എക്സ്ട്രാ M. അപ്പോഴ് സ്പെല്ലിംഗ് എന്താവും? SWIMMING, സ്വിമ്മിങ്, സ്വിമ്മിങ്. swim, swam, swimming. swim, നീന്തുക. swam, നീന്തി. swimming, നീന്തുന്നു അല്ലേ? സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതിലുള്ള സ്വിമ്മിങ്. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നീന്തൽക്കുളം, അല്ലെങ്കിൽ നീന്തുന്ന നമ്മൾ സ്വിമ്മിംഗ് പൂൾ, നീന്തൽക്കുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം വരും അല്ലേ? സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഫുൾ ടൈൽസ് ഒക്കെ ഇട്ട് നീല കളർ ഒക്കെ ആയിട്ട് വെള്ളം ഒരു നീലയൊക്കെ ആയിട്ട് കാണുന്നതാണല്ലേ സ്വിമ്മിംഗ് പൂള് അല്ലേ? ശരിക്കും നീന്തൽക്കുളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുളം ഓർമ്മ വരും. കുളം ഇങ്ങനെ നീല കളറൊക്കെ ആണോ? അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്ന് നമ്മൾ പറയുന്നത് നീന്തൽക്കുളം തന്നെയാണ്. ഓക്കെ, മലയാളത്തിൽ വരുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ സ്വിമ്മിംഗ് പൂളാവും. അപ്പം നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെ നീല വെള്ളം, ഫുൾ ടൈൽസ് ഇട്ട സ്ഥലം, അങ്ങനെ ഒരു പ്രത്യേക ഗാഡ്ഗറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിൽ നീന്തും. അങ്ങനെ അതൊക്കെ നമ്മളെ ഒരു ഇമാജിനേഷനിൽ വരുന്നതല്ല. അത് നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ കൾച്ചറിൽ നമ്മൾ പറയുന്നതാണ്. നമ്മൾ മലയാളികൾ നീന്തൽക്കുളം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ അമ്പലത്തിലുള്ള കുളമോ പള്ളിയിലുള്ള കുളമോ ഒക്കെയാണ് ഓർമ്മ വരിക അല്ലേ? പക്ഷേ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ശരിക്കും നീന്തൽക്കുളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്വിമ്മിംഗ് പൂൾ, പക്ഷെ നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വിം നീന്തുക, സ്വാം നീന്തി, സ്വിമ്മിങ് നീന്തുന്നു. സ്വിം, സ്വാം, സ്വിമ്മിങ്. സ്വിം നീന്തുക, സ്വാം നീന്തി, സ്വിമ്മിങ് നീന്തുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്വിമ്മിനെ കൊണ്ടുപോയി സെന്റൻസസിലോട്ട് ഇടാം അല്ലേ? സെന്റൻസസ്. I swim every day. I swim every day. ഞാൻ എല്ലാ ദിവസവും നീന്തും. ഇതെന്റെ ശീലമാണ് അല്ലേ? ഓക്കെ, I ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് ശീലം വരുമ്പോൾ ആക്ഷൻ വേർഡിന്റെ കൂടെ എസ് ചേർക്കില്ല, വേർബിന്റെ കൂടെ എസ് ചേർക്കില്ല. I swim every day. I swim every day. ഞാൻ എല്ലാ ദിവസവും നീന്തുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ശീലമുള്ള ഒരാളാണ് ഞാൻ. I swim every day. She swam across the river yesterday. She swam across the river yesterday. അവൾ ഇന്നലെ നദി നീന്തി കുറുകെ കടന്നു. നദി കുറുകെ നീന്തി കടന്നു അല്ലേ? അക്രോസ് ദ റിവർ, നദിയുടെ കുറുകെ നീന്തി കടന്നു അല്ലെ? ഇന്നലെ അവൾ ഇന്നലെ നദിയുടെ കുറുകെ നീന്തി കടന്നു. She swam across the river yesterday. She swam across the river yesterday. ഇവിടെ swam നീന്തി ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അല്ലേ? അടുത്തത് he swam across the pool in record time. അവൻ റെക്കോർഡ് സമയത്തിനുള്ളിൽ നീന്തി കടന്നു. എന്ത്? കുളം, പൂൾ, കുളം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നീന്തൽ കുളം എന്നാണ്. ഓക്കെ, മലയാളത്തിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോ കുളം. അവൻ റെക്കോർഡ് സമയത്തിനുള്ളിൽ കുളം നീന്തിക്കടന്നു. He swam across the pool in record time. He swam across the pool in record time. I swim every day. I swim every day. She swam across the river yesterday. She swam across the river yesterday. He swam across the pool
in record time. He swam across the pool in record time. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒന്ന് വായിക്കാവോ? I swim every day. I swim every day. She swam across the river yesterday. She swam across the river yesterday. He swam across the pool in record time. He swam across the pool in record time. ഇനി അടുത്ത സെറ്റിലോട്ട് പോകാം. Ducks swam in the pond. Ducks swam in the pond. താറാവുകൾ കുളത്തിൽ നീന്തി. Ducks swam in the pond. Ducks swam in the pond. Swam നീന്തി. Ducks swam in the pond. അടുത്തത് dolphins swim in the open ocean. Dolphins swim in the open ocean. ഡോൾഫിനുകൾ തുറന്ന സമുദ്രത്തിൽ നീന്തും. അതായത് പൊതുവെ അതിൻ്റെ ശീലമാണ് പറയുന്നത്. ഇവിടെ ഡോൾഫിൻസ് അതായത് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ ഡോൾഫിൻ ഉള്ളത് കൊണ്ട് തന്നെ സ്വിമ്മ് തന്നെയാണ്, എസ് ഒന്നും ചേർക്കില്ല. ഇതിപ്പോൾ ഡോൾഫിൻ ആയിരുന്നെങ്കിൽ സ്വിമ്മിൻ്റെ കൂടെ എസ് ചേർക്കണമല്ലേ, കാരണം എന്തേ, തേർഡ് പേഴ്സൺ. ഓക്കെ, ഇവിടെ ഡോൾഫിൻ ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് എസ് ചേർക്കില്ല വേർബില്. ഡോൾഫിൻസ് swim in the open ocean. Dolphins swim in the open ocean. Dolphins swim in the open ocean. ഇനി അടുത്തത് the little girl swims like a fish. The little girl swims like a fish. ആ കൊച്ചു പെൺകുട്ടി ഒരു മത്സ്യത്തെ പോലെ നീന്തും. ആ ചെറിയ പെൺകുട്ടി, ലിറ്റിൽ, കൊച്ചു, ചെറുത്, ആ കൊച്ചു പെൺകുട്ടി ഒരു മത്സ്യത്തെ പോലെ നീന്തും. അതായത് അവൾക്ക് അതിൻ്റെ കഴിവുണ്ട്. നമ്മൾ പറഞ്ഞു എന്തേ, നമ്മൾ പറഞ്ഞതാണ് കഴിവ്, ശേഷി, ശീലം, എന്താണ് പിന്നെ ഫാക്ട്സ്, വസ്തുതകളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? തേർഡ് പേഴ്സൺ ആണെങ്കിൽ വേർബിന്റെ കൂടെ, തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, തേർഡ് പേഴ്സൺ ഒറ്റൊരാളാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? എസ് ഉപയോഗിക്കും. ഏതിനോട് ചേർത്തിട്ട്? വേർബിനോട് ചേർത്തിട്ട്. ഇവിടെയുള്ള വേർബ്, ആക്ഷൻ വേർഡ് എന്താണ്? സ്വിം ആണ്. ഇവിടെ ലിറ്റിൽ ഗേൾ ഒരാളാണല്ലേ. അപ്പോൾ ദ ലിറ്റിൽ ഗേൾ സ്വിംസ് ലൈക്ക് എ ഫിഷ്. ദ ലിറ്റിൽ ഗേൾ സ്വിംസ് ലൈക്ക് എ ഫിഷ്. ആ കൊച്ചു പെൺകുട്ടി ഒരു മത്സ്യത്തെ പോലെ നീന്തും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വി വാച്ച്ഡ് ദ ഫിഷ് swimming in the river. We watched the fish swimming in the river. നദിയിൽ മത്സ്യം നീന്തുന്നത് നമ്മൾ വാച്ച് ചെയ്തു. അവിടെ ആ വാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ പറയും. അത് അർത്ഥം വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു എന്ന് പറയുന്നതിന് നമ്മൾ സോ, SAW, കാണുക, സോ കണ്ടു എന്ന് ഉപയോഗിക്കാം. പക്ഷെ വാച്ച് എന്ന് പറയുന്ന സമയത്ത് വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുക എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുക. ഓക്കെ, ഐ സോ ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ കണ്ടു, അവൾ അതിലേ പോകുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടു, കഴിഞ്ഞു. പക്ഷെ ഐ വാച്ച്ഡ് ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അത് അവളെ തന്നെ നോക്കി നിന്ന് അവൾ ചെയ്യുന്നതൊക്കെ നോക്കുന്നതിനെയാണ് വാച്ച് എന്ന്. അവൾ ടി വി കണ്ടു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോഴും നമ്മൾ എന്താ പറയുക? വാച്ച്ഡ് ടി വി എന്നാ പറയാ. ടി വി കണ്ടു, അല്ലാതെ സോ ടി വി എന്നല്ല, വാച്ച്ഡ്. കാരണം എന്തേ? കുറച്ച് നേരം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അതിനെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്നു, അതാണ് വാച്ച്ഡ്. വാച്ച്ഡ്. We watched the fish swimming in the river. നമ്മൾ നദിയിൽ മത്സ്യം നീന്തുന്നത് വാച്ച് ചെയ്തു, നോക്കിയിരുന്നു. അതായത് നോക്കി, പക്ഷെ അത് നോക്കിയിരിക്കണം, എന്നാലേ വാച്ച് ആവുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെന്റൻസസ് പറഞ്ഞു നോക്കാം. Ducks swam in the pond. Dolphins swim in the open ocean. The little girl swims like a fish. We watched the fish swimming in the river. Ducks swam in the pond. Dolphins swim in the open ocean. The little girl swims like a fish. We watched the fish swimming in the river. Ducks swam in the pond. Ducks swam in the pond. Dolphins
swim in the open ocean. The little girl swims like a fish. We watch the fish swimming in the river. Okay, ഇനി അടുത്ത വാക്ക് ടയർ. ടയർ ടയർ എന്താണ് ഈ ടയർ? ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറുക. എന്താണ്? കീറുക. ടയർ കീറുക. ഒരു സംഭവം കീറിയെടുക്കുന്ന, മുറിക്കുന്നതല്ല, കീറുക. ഇപ്പൊ നമ്മൾ പേജ് നമ്മുടെ നോട്ട് പുസ്തകത്തിനകത്തുനിന്ന് നമ്മൾ പേജ് വലിച്ചു കീറിയെടുക്കില്ലേ, അതിനെയാണെന്ത് ഈ ടയർ എന്ന് പറയുന്നത്. മുറിക്കലല്ല, കീറുക. അതാണ് ടയർ. TEAR ടയർ. TEAR ടയർ. TEAR ടയർ. ഇപ്പൊ നമ്മൾ എന്താണ് അതിന്റെ ചിത്രം കാണിക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഒരു മുറിഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു കടലാസിന്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അല്ലെ. ഓക്കെ, ഇതേ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. ഇതേ വാക്ക്, ഈ ടയർ എന്നുള്ള വാക്ക് വേറൊരു ഉച്ചാരണത്തോടു കൂടി നമ്മൾ എന്താണ് വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയർ എന്ന് ഉച്ചാരണത്തോടു കൂടി നമ്മൾ എന്താണ് വേറെ അർത്ഥത്തിൽ, വേറെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതേ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉച്ചാരണം വേറെയാണ്, സ്പെല്ലിങ് സെയിം ആണെങ്കിലും അർത്ഥവും വേറെയാണ്. എന്താണ്? കണ്ണുനീര് എന്നാണ് അർത്ഥം വരിക. ഓക്കെ, ഇവിടെ TEAR ടയർ. ടയർ ടയർ അല്ല കേട്ടോ, ടയർ അല്ല, ടയർ ടയർ. ഈ ടയർ എന്നുള്ളത് ബേസ് ഫോം ആണ്. ടയർ ടയർ TEAR ടയർ. ഓക്കെ, അത് കീറുക. ഇനി കീറി എന്ന് പറയുമ്പോഴോ ടോർ. TORE ടോർ. ടോർ TORE ടോർ. അപ്പൊ ബേസ് ഫോം V1 ഫോർ ടയർ, V2 ഫോം പാസ്റ്റ് ഫോം ടോർ. അപ്പോ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ടോൺ. TORN TORN ടോൺ. ഈ TONE ടോൺ അല്ല കേട്ടോ, എന്താണ് നമ്മുടെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോൺ അല്ല. ഓക്കെ, ടയർ ടോർ ടോൺ. ടയർ ടോർ ടോൺ. V1 base form tear, V2 past form tore, V3 past participle form torn. Tear, tore, torn. നമ്മൾ കീറുക, കീറി രണ്ടും നോക്കിയല്ലേ? ടയർ കീറുക, ടോർ കീറി. ഇനി കീറുന്നു, കീറിക്കൊണ്ടിരിക്കുന്നു. കീറുന്ന ആ സമയത്ത് പറയണം അവൻ കീറുന്നു. tearing, tearing the page. Tearing, tear, tore, tearing. Okay, tear, tore, tearing. കീറുക, കീറി, കീറുന്നു. കീറുക, കീറി, കീറുന്നു. ഇവിടെ ING ആഡ് ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. V1 ഫോമിലോട്ട് ING അങ്ങ് കൊണ്ടുപോയി ചേർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, TEAR tear, TORE tore, TEARING tearing. കീറുക, കീറി, കീറുന്നു. tear, tore, tearing. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സെന്റൻസസ് ആണ്. The paper will tear if you pull it too hard. വളരെ ശക്തമായി വലിച്ചാൽ അല്ലെങ്കിൽ വളരെ അധികം ശക്തിയിൽ, ടു ഹാർഡ് നല്ല ശക്തിയിൽ. ഓക്കെ, അപ്പോൾ അധികം ശക്തിയിൽ വലിച്ചാൽ പേപ്പർ കീറും. The paper will tear if you pull it too hard. നിങ്ങൾ അധികം ശക്തിയിൽ അല്ലെങ്കിൽ അധികം വലിച്ചാൽ പേപ്പർ കീറും. നിങ്ങൾ അധികം ശക്തിയിൽ വലിക്കുകയാണെങ്കിൽ പേപ്പർ കീറും. The paper will tear if you pull it too hard. വളരെ അധികം ശക്തിയിൽ വലിക്കുകയാണെങ്കിൽ പേപ്പർ കീറും. ഇവിടെ if you എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ വലിക്കുകയാണെങ്കിൽ. ഓക്കെ, The paper will tear if you pull it too hard. നിങ്ങൾ വളരെയധികം ശക്തിയിൽ വലിക്കുകയാണെങ്കിൽ പേപ്പർ
കീറും. The paper will tear if you pull it too hard. The paper will tear if you pull it too hard. The paper will tear if you pull it too hard. അടുത്തത് I tore my shirt on the branch. ഒരു മരച്ചില്ലയിൽ കൊണ്ട് എൻ്റെ ഷർട്ട് കീറി എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചൊരു മനോഹരമായി പറയുന്നേ ഉള്ളൂ. ഐ ടോർ മൈ ഷർട്ട്, ഞാൻ എൻ്റെ ഷർട്ട് കീറി. ശരിക്കും ഞാൻ മനഃപൂർവ്വം കീറിയതായിരിക്കുമോ? അല്ല, അത് ഓൺ ദ ബ്രാഞ്ച് എന്ന് പറയുന്നുണ്ട്. അതായത് മരച്ചില്ലയിൽ കൊണ്ടിട്ട് എൻ്റെ ഷർട്ട് കീറി എന്ന് പറയാണ്. ഐ ടോർ മൈ ഷർട്ട് ഓൺ ദ ബ്രാഞ്ച്. പക്ഷെ ഐ ടോർ എന്ന് പറഞ്ഞാൽ ഞാൻ കീറി എന്നാണ് അർത്ഥം. ഓക്കെ, ഐ ടോർ ഞാൻ കീറി, ടോർ കീറി. ഐ ടോർ മൈ ഷർട്ട് ഓൺ ദ ബ്രാഞ്ച്. എൻ്റെ ഷർട്ട് മരത്തിൽ കുടുങ്ങി കീറി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വാക്കർത്ഥം വെച്ച് പറയുമ്പോഴെന്താണ്? മരച്ചില്ലയിൽ ഞാൻ എൻ്റെ ഷർട്ട് കീറി. ഓക്കെ, അങ്ങനെയാണ് അർത്ഥം വരിക. പക്ഷെ ഉദ്ദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ടോർ മൈ ഷർട്ട് ഓൺ ദ ബ്രാഞ്ച്. ഐ ടോർ മൈ ഷർട്ട് ഓൺ ദ ബ്രാഞ്ച്. The dog was staring at the door. ദ ഡോഗ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ നായയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ നായ വാതിക്കൽ കീറുകയായിരുന്നു. അപ്പൊ എന്തോ സാധനം എടുത്ത് കീറുന്നുണ്ടായിരുന്നു ആ പട്ടി. ഓക്കെ, ദ പേപ്പർ വിൽ tear if you pull it too hard. The paper will tear if you pull it too hard. I tore my shirt on the branch. The dog was staring at the door. The dog was tearing at the door. The paper will tear if you pull it too hard. The paper will tear if you pull it too hard. The paper will tear if you pull it too hard. I tore my shirt on the branch. I tore my shirt on the branch. I tore my shirt on the branch. The dog was staring at the door. The dog was staring at the door. The dog was staring at the door. Okay, അടുത്ത sentences. Do not tear pages from your notebook. Do not tear pages from your notebook. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിന്ന് പേജുകൾ കീറരുത്. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിന്ന് പേജുകൾ കീറരുത്. Do not tear pages from your notebook. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിന്ന് പേജുകൾ കീറരുത്. Do not tear pages from your notebook. ഇനി he tore the letter. അവൻ കത്ത് കീറി. tore കീറി. He tore the letter. He tore the letter. The rat will tear all the packets. എലി എല്ലാ പാക്കറ്റുകളും കീറിക്കളയും. എലി എല്ലാ പാക്കറ്റുകളും കീറിക്കളയും. The rat will tear all the packets. Do not tear pages from your notebook. Do not tear pages from your notebook. Do not tear pages from your notebook. He tore the letter. He tore the letter. He tore the letter. The rat will tear all the packets. The rat will tear all the packets. The rat will tear all the packets. ഇന്ന് നമ്മൾ 2 വാക്കിപ്പോഴും പഠിച്ചു അല്ലേ? swim, tear. swim എന്ന് പറഞ്ഞാൽ നീന്തുക. swim V1, swam V2, swum V3. ing ഫോം swimming. അപ്പോഴ് ഒരു M ചേർന്ന് വരും അല്ലേ? swim SWIM, swam SWAM, swum SWUM, swimming SWIMMING, swimming. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? tear, കീറുക അല്ലേ? V1 ഫോം tear, TEAR, tear. V2 ഫോം കീറി, TORE, 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 tore. V3 form, past participle form, torn, TORN, torn. ഓക്കെ, ഇനി നമ്മൾ tearing നോക്കിയല്ലേ? കീറുന്നു, TEARING, tearing. ഓക്കെ, നീന്തുക, കീറുക. ഈ 2 വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പുതിയതായിട്ട്. ഓക്കെ, നീന്തുക, swim, കീറുക, tear. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ മുമ്പ് പഠിച്ച വാക്കുകളൊന്ന് നോക്കിയാലോ? ഓടുക, റൺ, ചാടുക, ജംപ്, തിന്നുക, ഈറ്റ്, പല്ല് തേക്കുക, ബ്രഷ്, വായിക്കുക, റീഡ്,
കുടിക്കുക ഡ്രിങ്ക്, കഴുകുക വാഷ്, കളിക്കുക പ്ലേ, ഇരിക്കുക സിറ്റ്, നടക്കുക വാക്ക്, പോകുക ഗോ, വരിക കം, കയറുക ക്ലൈം, പറക്കുക ഫ്ലൈ. ഇന്ന് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെയാണ് തരുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുന്നുണ്ടോയെന്ന് വരെ എനിക്കിപ്പോൾ ഡൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പലരും പല എഴുതി തരുന്നതിലൊക്കെ എനിക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഹോംവർക്ക് ഞാൻ ഇവിടെ പറയുകയാണ്. ഈ ലാസ്റ്റ് 2 സ്ക്രീൻസിലുണ്ടായ, അതായത് സ്വിം, tear, run, jump, eat, rush, read, drink, wash, play, sit, walk, go, come, climb, fly. ഈ മൊത്തം 16 വാക്കുകളും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ V1, V2, V3 ING ഫോംസ് എഴുതി അയക്കണം. അതാണ് ഫസ്റ്റ് ഹോംവർക്ക്. ഓക്കെ, ഫസ്റ്റ് ഹോംവർക്ക് അതാണ്. ഓക്കെ, ES ഫോം അല്ലെങ്കിൽ എസ് ചേർത്തിട്ടുള്ള ഫോം ഇപ്പൊ തൽക്കാലം നിങ്ങൾ അയക്കണ്ട. നിങ്ങൾ V1, V2, V3യും ING ചേർത്തിട്ടുള്ളതുമായിട്ടുള്ള ഈ 16 വാക്കുകൾ ഒരു ടേബിൾ പോലെ വരച്ച് വൃത്തിയിൽ എഴുതിയിട്ട് എനിക്ക് അയക്കണം. അതാണ് ഫസ്റ്റ് ഹോംവർക്ക്. അപ്പോൾ ഹാപ്പി ലേണിംഗ്.